ശബരിമല ഡ്യൂട്ടിയെ ഒരു നിയോഗമായി കാണുന്നവരാണ് ഭൂരിപക്ഷം പോലീസ് അയ്യപ്പന്മാരും. തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി കൃത്യതയോടെ നിറവേറ്റിയാകും ഇവർ മലയിറങ്ങുക. അങ്ങനെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ അസ്സാം സ്വദേശിയായ ഒരു യുവ IPS ഉദ്യോഗസ്ഥന്റെ കഥയാണ് ഇനി. കഴുത്തിൽ ഒരു തോർത്ത് ചുറ്റി കയ്യിൽ ഒരു വിസിലുമായി 18-ാം പടിക്ക് മുകളിലും താഴെയും സദാസമയവും കാണുന്ന ഒരു മുഖം. ഒരേ സമയം തിരക്ക് നിയന്ത്രിച്ചും നിർദ്ദേശം നൽകിയുമുള്ള ക്രിയാത്മകമായ ഇടപെടൽ. സന്നിധാനത്തെ ASP തപോഷ് ഭസ്മാതിരി, ആസാം സ്വദേശിയായ IPS ഉദ്യോഗസ്ഥൻ. പടി കയറ്റി വിടുന്ന പോലീസ് സ്വാമിമാർക്ക് വലിയ ഊർജവും കരുത്തുമാണ് ഇദ്ദേഹം. ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയോടെ നിർവഹിക്കുക, കൂട്ടായി ഏത് പ്രതിസന്ധിയെയും നേരിടുക. തിരക്ക് ക്രമാതീതമായപ്പോൾ തപോഷ് സ്വീകരിച്ച മാർഗം ഇതാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി തിരക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഒരു ടീം വർക്കായിട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേബിളായിട്ട് കുറച്ച് ദിവസം നല്ല ഫ്ലോ ആയിരുന്നു, ഫ്രീ ഫ്ലോ ആയിരുന്നു. എനിക്ക് നല്ല ഒരു സന്തോഷമുണ്ട്. ഒത്തിരി ഭക്തന്മാർക്ക് നമുക്ക് നല്ല ഒരു ദർശനം കൊടുക്കാൻ പറ്റിയായിരിക്കും. എനിക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷമായിരുന്നു. പിന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു മേലധികാരിയുടെ, പിന്നെ ദേവസ്വം ബോർഡിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ. നല്ല ഒരു ടീമായിട്ട് നല്ല ഒരു എഫേർട്ട് കാണിച്ചിരുന്നു. 2 ആഴ്ച നീണ്ട ഭഗവത് സന്നിധിയിലെ ഡ്യൂട്ടി എന്ന നിയോഗം അവസാനിപ്പിച്ച തപോഷ് ഇന്ന് മലയിറങ്ങും. കർമ്മരംഗത്ത് ശബരിമല നൽകിയ വലിയൊരു അനുഭവ സമ്പത്തുമായി. അതെ, ഒരു വിശ്വാസം പോലെ തന്നെയാണ്. ഒരു ഭക്തന്മാരുടെ ഡിവോട്ടീസിനെ കൊടുത്ത ഒരു സേവനം, അങ്ങനെയുള്ള ഡ്യൂട്ടി വേറെ സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് ടൈം ആൻഡ് സെക്കൻഡ് ടൈമാണ് എൻ്റെ സന്നിധാനത്ത്. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ എന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന അനുഭവമായിട്ട്. ആയിക്കോട്ടെ, ഉറപ്പായിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇനി കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഭീഷണി സൃഷ്ടിക്കുന്ന ഇരിട്ടിയിലേക്ക്. ഇരിട്ടി ASP ആണ് ഇദ്ദേഹം. സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ കൂടെ നിന്നവർക്ക് നന്ദി പറഞ്ഞാണ് തപോഷിന്റെ മടക്കം. ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, സന്നിധാനം.